എന്തായി ബാലമാമ? നീ വാ. ശങ്കർ സാറിനെ കണ്ടോ? സുമിത്ര കണ്ടോ? സംസാരിച്ചോ? എന്തു പറഞ്ഞു സുമിത്ര? രമേശ, നമ്മുടെ മുമ്പിൽ പ്രസാദ് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം അവൻ്റെ രോഗം ഭേദമാകണം. ആ ഒരാഗ്രഹം മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? പക്ഷേ പ്രസാദിൻ്റെ രോഗത്തിനുള്ള മരുന്നിനു വേണ്ടി ഞാൻ ചെന്ന ആ വീട്, എൻ്റെ ശങ്കരൻ, നമ്മുടെ സുമിത്ര, അവരുടെ മനസ്സിനെ പറ്റി നമ്മൾ അത്ര ആലോചിച്ചില്ല. ഓ, ഭാഗ്യലക്ഷ്മി ഇല്ലാത്ത ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ജീവച്ഛവം പോലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ, നഷ്ടങ്ങൾ കൊണ്ട് തളർന്ന് മരവിച്ച ആ മുഖം, അത് കണ്ട നിമിഷം തന്നെ എന്താണ് പറയേണ്ടതെന്ന്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യാതായി രമേശ. ആ ഉമ്മറത്ത് ഒരു വിവാഹാലോചനയുമായി ഒരു ദുശകുനം പോലെ ആദ്യമായി ചെന്ന മുഹൂർത്തം ഞാൻ ഓർത്തുപോയി. ശങ്കരനും അത് ഓർത്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ആ കുടുംബത്തിന്റെ തകർച്ചയുടെ തുടക്കം അതായിരുന്നല്ലോ. എങ്ങനെ മറക്കാൻ? എന്നിട്ടും ആ ശവപ്പറമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു രമേശ, നമ്മുടെ പ്രസാദിന്റെ രക്ഷയ്ക്കു വേണ്ടി സുമിത്രയോടും ഞാൻ ചോദിച്ചു. എന്നിട്ട് സുമിത്ര? സ്വന്തം ജീവിതം അനാഥമാക്കിയ ഒരുവനോട് എന്തായിരിക്കും ഒരു സ്ത്രീയുടെ മനോഭാവം? സുമിത്രയെ പോലെ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ കൂടിയാകുമ്പോൾ നമുക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അപ്പോ സുമിത്ര വരില്ല അല്ലേ? വരാം. ചിലപ്പോ വരാതിരിക്കാം. അല്ലെങ്കിൽ സുമിത്ര എന്തിന് പ്രസാദിനെ കാണാൻ വരണം? പ്രസാദ് അവളുടെ ആരാണ്? അവളെ മരണത്തിൻ്റെ വക്കോളം എത്തിച്ചതിന് നന്ദി പറയാനാണോ അവൾ വരേണ്ടത്? സുമിത്രയുടെ ചോദ്യങ്ങൾക്കൊന്നിനും എനിക്ക് ഉത്തരമില്ലായിരുന്നു രമേശ. എല്ലാം ശരിയാണ് ബാലമാമ. സുമിത്രയുടെ ഭാഗം അത്രയും സത്യമാണ്, ന്യായമാണ്. പക്ഷേ കുറ്റം ചെയ്തവൻ അവൻ രാക്ഷസൻ തന്നെ ആയിക്കൊള്ളട്ടെ. അവൻ മാനസാന്തരപ്പെട്ടാൽ ഒരിറ്റ് ദയ കാണിച്ചൂടെ? അതിനുള്ള മനസ്സ് സുമിത്രയ്ക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതില്ലെന്നാണെങ്കിൽ ആയിക്കോട്ടെ ബാലമാമ, അതാവും പ്രസാദിന്റെ വിധി. ആഹാരം എടുത്തോ പാറു? റെഡിയായി. ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് അമ്മ വല്ല അസുഖം വരുത്തി വെക്കും. എന്തായാലും ചിലതൊക്കെ സംഭവിച്ചു പോയി. അതിന്റെ കാര്യകാരണങ്ങളെപ്പറ്റി പിന്നെയും പിന്നെ ആലോചിച്ച് വേദനിച്ചിട്ട് എന്താ പ്രയോജനം? ഞാനിത് അമ്മയോട് പറഞ്ഞു രമേശേട്ടാ. സുമിത്ര പ്രസാദിനെ കാണാൻ വരില്ലാന്ന് പറഞ്ഞത് ഓർത്തിട്ടാ അമ്മ. എന്താ ഇത്? വരില്ലെന്ന് സുമിത്ര പറഞ്ഞില്ലല്ലോ. വരാം, പക്ഷെ എപ്പോ വരും തീർത്തു പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. സുമിത്രയുടെ മനസ്സെന്താണെന്ന് ഞങ്ങളെക്കാൾ എല്ലാം അടുത്തറിയാവുന്ന അമ്മയ്ക്ക് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവില്ലേ? മരുമകളായിട്ടല്ലല്ലോ, മകള് തന്നെ ആയിട്ടല്ലേ സുമിത്ര അമ്മ കണ്ടിട്ടുള്ളത്. ചെയ്ത തെറ്റുകൾക്ക് പ്രസാദ് ശിക്ഷ അനുഭവിക്കുമ്പോ ചെയ്യാത്ത തെറ്റുകൾക്കാണ് സുമിത്ര ശിക്ഷിക്കപ്പെടുന്നത്. ആ അവസ്ഥയെ കഴിയുന്ന ഒരാള് എല്ലാം മറന്ന് നാടകത്തിൽ ഉത്തമ ഭാര്യയെ പോലെ പ്രസാദിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്ന് നമ്മൾ മോഹിക്കാൻ പാടില്ല. മോഹിച്ചാല് അതൊട്ടും നീതിയില്ലാത്തൊരു മോഹമായിരിക്കും, വ്യാമോഹമായിരിക്കും.
വെറും സ്വാർത്ഥതയായിരിക്കും. ശരിയാ രമേശ, ഞാൻ എൻ്റെ പ്രസാദിനെ പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ. അത് ഒരമ്മയുടെ സ്വാർത്ഥതയാവാം. പക്ഷേ എന്ന് വെച്ച് എൻ്റെ സുമിത്രമോളുടെ വേദന ഞാൻ അറിയുന്നില്ലെന്നാണോ? ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കാനല്ലാതെ ആ സങ്കടം തീർക്കാൻ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? എല്ലാം പിടിവിട്ടു പോയി കഴിഞ്ഞില്ലേ? ഓരോ നിമിഷവും ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ മനസ്സിൽ. എല്ലാ തെറ്റുകുറ്റങ്ങളും പരസ്പരം പുറത്ത് അവർ രണ്ടാളും എത്രയും വേഗം ഒന്നിക്കണേന്ന്. അതുണ്ടാവും അമ്മേ. സുമിത്ര ഹോസ്പിറ്റലിലേക്ക് വരാന്ന് സമ്മതിച്ചല്ലോ. അവിടെ വന്ന് പ്രസാദിനെ നേരിട്ട് കാണുമ്പോ ചിലപ്പോ മനസ്സിലെ നീരസം ഒക്കെ ഇല്ലാതാവും. അവനെ അവളൊന്ന് വന്ന് കണ്ടാ മതിയായിരുന്നു മോളെ, ഒരൊറ്റ തവണ. രമേശേട്ടാ, ഞാനന്ന് സുമിത്രയെ കണ്ട് സംസാരിച്ചാലോ? അപ്പോഴങ്ങനെ ബാലമാമയോട് വരാന്ന് പറഞ്ഞെങ്കിലും മനസ്സല്ലേ, പഴയതൊക്കെ ആലോചിച്ച് ചിലപ്പോ വേണ്ടാന്ന് വെച്ചാലോ? നേരാ മോനെ, ഞാനും കൂടെ പോവാം. എന്നെ അവൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. ബാലമാമ പോയി എല്ലാം വിസ്തരിച്ച് പറഞ്ഞതാ. വരാന്ന് സുമിത്ര വാക്കും പറഞ്ഞു. വാക്ക് പാലിക്കുന്നെങ്കിൽ പാലിക്കട്ടെ. ആരുടെയും മനസ്സിൽ കയറി നമുക്ക് ചിന്തിക്കാനാവില്ലല്ലോ. സ്വന്തം മനസ്സ് പറയുന്നത് സുമിത്ര ചെയ്യട്ടെ. ആ, നീ ആ ബാഗ് താ, ഞാൻ ചെല്ലട്ടെ. അമ്മ വെറുതെ അതും ഇതും ആലോചിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പോയിട്ട് വരാം. രമേശ, എനിക്ക് അവനെ ഒന്ന് കാണണം. കാണാം. കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. അപ്പോഴേക്കും സുമിത്രയൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് അവൻ കുറെ കൂടി സുഖപ്പെടും. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോവാം. പോരെ? മതി. അത് മതിയമ്മേ. അതിന് ഏറെ ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. ഹായ്. ഡാർലിംഗ്. ഏയ്, വാട്ട് ഹാപ്പൻഡ്? എന്താ ഗ്ലൂമി ആയത്? ഒന്നുമില്ല. ഓ, ഞാൻ വരാൻ ലേറ്റായി, അതല്ലേ കാരണം? അപ്പോ കാരണം അറിയാം. അറിഞ്ഞോണ്ടാ ലേറ്റ് ആയത്. എത്ര ദിവസമായി ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട്. ഓ, ഈ റൂമിൽ വരുമ്പോ വലിയ വാക്കുകളും വാഗ്ദാനങ്ങളും. ഇവിടുന്ന് പോയാ അതോടെ തീർന്നു. പിന്നെ ഈ മനസ്സില് ഈ മുറിയും ഇല്ല, യമുനയും ഇല്ല. അയ്യോ, ഇങ്ങനെ സ്റ്റോപ്പില്ലാതെ വണ്ടി വിട്ട് പോവല്ലേ. എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. ന്യായീകരണങ്ങളല്ലേ? ബിസിനസ് പീപ്പിൾ ആർ വെരി വെരി ബിസി. കണ്ടിന്യൂസ് യാത്രകളായിരുന്നു. ട്രിവാൻഡ്രം ടു മദ്രാസ്, മദ്രാസ് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു മുംബൈ. അതിനിടയിൽ ഡാർലിംഗ്, എങ്ങനെ ഞാനിവിടെ എത്തും? കീഴടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ പല ഗേൾസിനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഇതാദ്യം. തോറ്റു തുപ്പിയിട്ട് പോവുമേ. ഒന്ന് ക്ഷമിക്കു പൊന്നുംകുടമേ. പറഞ്ഞത് അത്രയും ശരി തന്നെ. യാത്രകൾ തന്നെയായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം നീ ആ കൂട്ടത്തിൽ ചേർക്കാൻ വിട്ടുപോയി. ഈ യാത്രക്കിടയിലും ഒരുപാട് വട്ടം ഞാൻ എൻ്റെ യമുനാ നദിയെക്കുറിച്ച് ഓർത്തു എന്ന കാര്യം. ബിലീവ് മീ പ്ലീസ്. ഞാൻ എൻ്റെ ഭാര്യയെ ഓർത്തില്ല, നിന്നെ മാത്രം.
ലുക്ക് അറ്റ് ദിസ്. ആഹാ, ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിയതാ. പിടിക്ക്. ഇത് മുഴുവനും ഫോർ മീ? യെസ്. ആ, എനിക്ക് വലിയ കളർ സെൻസ് ഒന്നുമില്ല. എന്നാലും നിന്റെ നിറത്തിന് യോജിച്ചതെന്ന് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ വാങ്ങിച്ചു. ഈശ്വര, ഇത് കുറെ എണ്ണം ഉണ്ടല്ലോ. എത്ര കാശ് പൊട്ടിച്ചു കാണും? മണി ഈസ് നത്തിങ് ടു മീ. ഐ വാണ്ട് ലവ്. എനിക്ക് സ്നേഹിക്കണം. ഇതൊന്നും വാങ്ങി തന്നില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. എനിക്കതറിയാം. എത്ര വാങ്ങിക്കൊടുത്താലും സ്നേഹിക്കാത്ത ശവങ്ങളുമുണ്ട്. ഭാര്യ ഉൾപ്പെടെയുള്ള ശവങ്ങൾ. അവറ്റകൾക്കിടയിൽ നീ ജുവലാണ് യമുനെ, ജുവൽ. ഈ കഴുത്തിൽ ഞാൻ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. നീ എൻ്റെ ഭാര്യ തന്നെയാണ്. മൈ ബെസ്റ്റ് ഹാഫ്. എത്ര കാലം? നിനക്കിഷ്ടമുള്ള കാലത്തോളം. എന്താ, വിശ്വാസമില്ലേ? ഞാനിനി എങ്ങനെയാണ് എൻ്റെ മനസ്സിലെടുത്ത് കാണിക്കുക? ഞാനൊരു പണക്കാരനായതുകൊണ്ടാവും യമുനയ്ക്ക് സംശയമല്ലേ? പണക്കാരൻ സമം ദുഷ്ടൻ എന്നല്ലേ പൊതുധാരണ? ദുഷ്ടനല്ലാത്ത പണക്കാരനാണ് ഈ ഡാനിയൽ. സ്നേഹിച്ചാൽ ചങ്കെടുത്ത് തരും. അയ്യോ, അതെന്തായാലും വേണ്ട. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ സാർ. എന്റെ ഭാഗ്യം എത്ര വലുതാണെന്ന് എനിക്കറിയാം. എത്രയോ പേർ കൊതിച്ച ഭാഗ്യാണിത്. ഞാനല്ലേ ഭാഗ്യവാൻ. യു നോ, ഐ ആം 50. യമുനയോ എത്രയോ എത്രയോ ചെറുപ്പം. എന്നിട്ടും യമുന എന്നെ സ്നേഹിക്കുന്നില്ലേ? അപ്പോ ഭാഗ്യം എന്റേതല്ലേ? ഇനി കുറച്ച് ദിവസം, അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും എന്റെ കൂടെ ഉണ്ടാവില്ലേ? മനസ്സിലായി. ഇപ്പൊ തന്നെ മടങ്ങണല്ലേ? ഒരു 4 ദിവസം കൂടി. 4 ദിവസം. ഊട്ടിയിലാണ് ബോർഡ് മീറ്റിംഗ്. അത് കഴിഞ്ഞ കുറേ നാളത്തേക്ക് ഫ്രീയാ. ആ, അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. യമുനയും കൂടി വന്നാലോ ഊട്ടിക്ക്? 4 days. എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച്. ബെസ്റ്റ് ക്ലൈമറ്റായിപ്പോ. എന്തു പറയുന്നു? ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കാ ഭാഗ്യമില്ലാന്ന് അറിഞ്ഞൂടെ? ആരെങ്കിലും തിരിച്ചറിഞ്ഞ അതോടെ തീർന്നു സർവവും. എനിക്ക് സാറിനെ നഷ്ടാവുകയും ചെയ്യും. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. Then what can we do? സാരമില്ല, സാറ് തനിച്ച് പോയിക്കോളൂ. പോയിട്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വേഗം ഇങ്ങ് വന്നാ മതി. പറന്നു വരും. പോരെ? ഉം. സത്യം പറയട്ടെ മോളെ, നിന്റെ അടുത്ത് നിന്ന് എനിക്ക് പോകാനേ തോന്നുന്നില്ല. മുമ്പൊരിക്കലും ഒരു അഫെയറിലും ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എന്റെ ഭാഗ്യം അത്. പോയിട്ട് വരും. നിന്റെ ഒരു ഫോട്ടോ തരാമോ? എന്തിനാ ഫോട്ടോ? ഈ മനസ്സിൽ ഞാനില്ലേ? മനസ്സ് മുഴുവൻ. എന്നാ ഞാൻ പോട്ടെ. ഉം. ആ, ഇനി വരുമ്പോ ഇതിലേതെങ്കിലും ഒരു ഡ്രസ്സ് അണിഞ്ഞ് നിൽക്കണം. ഇതെല്ലാം കൂടി ആയല്ലോ. ഒരടി വെച്ചെന്നാ ഉണ്ടല്ലോ കുറുമ്പത്തി. ഓക്കെ, സീ യു. സ്വീറ്റ് ഡ്രീംസ്. ആഹാ, ഇതെന്താ?
വന്ന് കേറിയല്ലേ ഉള്ളൂ, ഉടനെ തന്നെ അങ്ങ് പോവാന്നോ? അല്പ തിരക്കുണ്ട്. അതിനിടയിൽ കുറച്ച് സമയം കിട്ടി. അപ്പോ യമുനയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇത് ലവ് ആയി പോയി എന്നാ തോന്നുന്നേ. എന്താ സംശയം? ഐ ആം ഇൻ ലവ് വിത്ത് ഹർ. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള പിള്ളേരെ പോലെ അല്ലടി അവൾ. അവളെപ്പോലെ അവൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ ഒരുത്തിയും ഇത്ര സ്ട്രോങ് ആയി എന്നെ സ്വാധീനിച്ചിട്ടില്ല. ദേ, ഇങ്ങനൊരെണ്ണത്തിനെ പറഞ്ഞു മെരുക്കി പരുവപ്പെടുത്തി മുന്നിലേക്ക് ഇട്ടു തന്നത് ഈ സരസമ്മയാണെന്നുള്ള കാര്യം മറക്കല്ലേ. അതിനെനിക്ക് സ്പെഷ്യൽ ചെലവ് വേണം. അന്ന് സാറ് മുറിയിന്ന് പോയതിന്റെ പിന്നാലെ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കിയതാ അവള്. എന്റെ ഒറ്റ ഒരുത്തിയുടെ സാരോപദേശം കേട്ടിട്ടാ പിന്നത് വേണ്ടാന്ന് വെച്ചത്, അറിയാവോ? സാരോപദേശത്തിന് നീ പണ്ടേ മിടുക്കിയാണല്ലോ. പെമ്പിള്ളേരെ ഉപദേശിച്ച് നന്നാക്കാനാണല്ലോ നീ ഈ സ്ഥാപനം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അല്ലേലും എനിക്കറിയാം, കാര്യം കണ്ടു കഴിയുമ്പം ഈ സരസമ്മ അതിയെ പറ്റാവൂന്ന്. മതി മതി, ശൃംഗാരമൊന്നും വേണ്ട. എന്നാ ഇറങ്ങുന്നു. ആ, ഒരു കാര്യം പറയാൻ വിട്ടു. അവളെ കാണാനില്ലെന്ന വാർത്ത എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട്. കുറച്ചു ദിവസമായി. ഇനിയിപ്പോ അന്വേഷണവും കേസും ഒക്കെ ഇവിടെ വന്ന് കയറുമെന്നാ എനിക്ക് പേടി.